Dear students, സ്റ്റാറ്റ്മെക്കിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. Physical significance of the number omega, that is the number of microstates. So already we have stated that this macrostate of a system can be specified by the variables NVE, and number of particles, volume and energy. So our microstate can be assumed to be a function of NV and E. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒമേഗ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആയിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സിസ്റ്റംസ് കൺസിഡർ ചെയ്യുകയാണ്, A1 ആൻഡ് A2. A1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് N1 V1 E1. അതിൻ്റെ മൈക്രോസ്റ്റേറ്റ് ഒമേഗ 1 ആണ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് N1 V1 E1 ആണ്. അതുപോലെ A2നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മൈക്രോസ്റ്റേറ്റ്സ് N2 V2 E2 ആണ്. അതിൻ്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഒമേഗ 2 ആണ്. ഒമേഗ 2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് N2 V2 E2 ആണ്. അപ്പോൾ അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം A1ഉം A2 നമ്മൾ ഈ ഒമേഗ 1 ഒമേഗ 2 എന്നുള്ള പാരാമീറ്റേഴ്സിന് ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സെപ്പറേറ്റ് സിസ്റ്റംസ് ഉണ്ട് നമുക്ക്. നൗ വി ആർ ബ്രിങ്ങിങ് ദ ടു സിസ്റ്റംസ് ഇൻ തെർമൽ കോണ്ടാക്റ്റ് വെക്കുകയാണ്. അപ്പോൾ തെർമൽ കോണ്ടാക്റ്റ് വരുമ്പോൾ ദർ വിൽ ബി എ ചാൻസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ ദ ടു, ബട്ട് ദ അതർ ടു വേരിയബിൾസ്, അതർ ടു ക്വാണ്ടിറ്റീസ്, ദാറ്റ് ഈസ് N1 V1 N2 V2, ഇതെല്ലാം എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. എനർജിയിൽ ചേഞ്ച് വരും. സോ E1 ആൻഡ് E2 വിൽ ചേഞ്ച്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആൾസോ ദ സിസ്റ്റം വിൽ അറ്റൈൻ എ ന്യൂ ഇക്വിലിബ്രിയം. സോ ഹിയർ വൺ കണ്ടീഷൻ ഈസ് ആൾസോ ഇമ്പോസ്ഡ് ഓൺ ദ സിസ്റ്റം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. ടോട്ടൽ എനർജി കോൺസ്റ്റൻറ്റ് മീൻസ് E1 + E2 = E0 ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ദർ ഇസ് നോ ഇൻട്രാക്ഷൻ എനർജി. അപ്പോൾ ഇൻട്രാക്ഷൻ എനർജി ഇല്ലാത്തൊരു സിസ്റ്റമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് വേർ E0 ഈസ് ദ എനർജി ഓഫ് ദി കോമ്പോസിറ്റ് സിസ്റ്റം ആണ്. ടോട്ടൽ സിസ്റ്റത്തിന് നമുക്ക് A0 = A1 + A2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഏതൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം നോക്കിക്കഴിഞ്ഞാലും ഈ ഒമേഗ 1 മൈക്രോസ്റ്റേറ്റ്സിൽ A1 എന്നുള്ള സിസ്റ്റത്തിൽ ഒമേഗ 1 മൈക്രോസ്റ്റേറ്റ്സ് ഈസ് ദർ, A2 എന്നുള്ള സിസ്റ്റത്തിൽ ഒമേഗ 2 ഈക്വലി ലൈക്ലി മൈക്രോസ്റ്റേറ്റ്സ് ആർ ദർ. സോ ദ ടോട്ടൽ സിസ്റ്റത്തിൽ, കോമ്പോസിറ്റ് സിസ്റ്റത്തിൽ ഈക്വലി ലൈക്ലി ടു ബി എനി ഓഫ് ദി ഒമേഗ 1 × ഒമേഗ 2 മൈക്രോസ്റ്റേറ്റ്സ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം കോമ്പോസിറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഒമേഗ 1 1ഉം ഒമേഗ 2 എല്ലാ വേരിയേഷൻസും പോസിബിൾ ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ഒമേഗ 1 × ഒമേഗ 2 ആണ്. നൗ നമ്മൾ ഒമേഗ 1 × ഒമേഗ 2 എന്നുള്ള ക്വാണ്ടിറ്റിനെ ഒന്ന് നമ്മളൊരു റീഅറേഞ്ച് ചെയ്യാണ്. സോ ഒമേഗ 1 × ഒമേഗ 2 എന്നുള്ളതിന് നമ്മൾ ഇവിടെ രണ്ട് വേരിയബിൾസ് കണ്ടു, E1 E2. അനദർ ക്വാണ്ടിറ്റി ഈസ് ആൾസോ ദർ, E0. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേംസ് എനർജി ടേംസ് ആയിട്ടുണ്ട്. പക്ഷേ ഔട്ട് ഓഫ് ദീസ് 3 രണ്ടെണ്ണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വയ്ക്കാം, ഒന്ന് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് E1 + E2 E0 ആയതുകൊണ്ട് E1നെ നമുക്ക് E0 - E2 എന്നോ അല്ലെങ്കിൽ E2നെ E0 - E1 എന്നോ പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ടോട്ടൽ E1 E2 E0 എന്നുള്ളതിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് എനർജി പാരാമീറ്റേഴ്സ് മതി. സോ ഒമേഗ 1 ഓഫ് E1 × ഒമേഗ 2 ഓഫ് E2നെ നമ്മൾ മാറ്റിയിട്ട് E0 - E1 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ദ കോമ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്രോസ്റ്റേറ്റ്സിന് നമുക്ക് E0 E1 എന്നുള്ള പാരാമീറ്റേഴ്സിൻ്റെ ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ന്യൂ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷം വരുന്ന ന്യൂ എനർജി, വാല്യൂ ഓഫ് എനർജി E1 ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ we can maximize the function with respect to omega. So that we are doing here. Di omega of E divided by di E1 = 0. The total composite systemത്തിൻ്റെ omega 0 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒമേഗ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ 1 × ഒമേഗ 2 ആണ്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു, ഡൈ ഒമേഗ 1/ഡൈ E1 എടുത്തു, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തു, പ്ലസ് ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എടുത്തു, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡൈ ഒമേഗ 2/ഡൈ E2 എടുത്തു. ദെൻ ഡിഫറൻസിയേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു E1 ആണ്. സോ വി ഹാവ് ടു ടേക്ക് അനദർ ടേം ഓൾസോ ഡൈ E2/ഡൈ E1. ഇനി ഇതിൽ സിൻസ് വി ഹാവ് E0 = E1 + E2 ആയതുകൊണ്ട് E2 = E0 - E1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് വാട്ട് ഈസ് ഡൈ E2. ഡൈ E2 വിൽ ബി ഈക്വൽ ടു E0 ഈസ് എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു -ഡൈ E1 ആയിരിക്കും. സോ ഡൈ E2/ഡൈ E1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു -1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. നൗ നമ്മൾ ഇതിനൊന്ന് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോം കിട്ടുന്നത് that is di omega 0/di E1 = di omega 1/di E1 × omega 2
നമുക്ക് ഡൈ2/ഡൈ1 നമ്മൾ മൈനസ് എഴുതി omega2/ഡൈ2 ഇൻറ്റു omega1 ഓഫ് E1 കിട്ടും. സോ ദാറ്റ് ഈസ് മാക്സിമൈസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ ഈ ടേമിനെ മൊത്തത്തിൽ omega1/omega2 omega1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് omega1 omega2 ചെയ്യുമ്പോൾ omega2 ക്യാൻസൽ ചെയ്യും, ഇവിടെ നമുക്ക് omega1 ക്യാൻസൽ ചെയ്യാം. So the new form of the equation will be 0 will be equal to 1/omega1 into dou omega1 by dou E1 minus 1/omega2 dou E2 by dou omega2 by dou E2 എന്നുള്ള ഫോമിലായിരിക്കും. So we have the expression 0 equal to this one 1/omega1 dou omega1 by dou E1 minus 1/omega2 dou omega2 by dou E2. സോ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റിയിട്ട് നമുക്കിവിടെ രണ്ട് പാർട്ടും ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/omega1 dou omega1 by dou E1 equal to 1/omega2 dou omega2 by dou E2 എന്ന് കിട്ടും. അവിടെ കണ്ടീഷൻ ഈസ് E1 equal to E1 bar and E2 equal to E2 bar, and where E1 bar and E2 bar are the equilibrium values of the energy E1 and E2 ആണ്. ഇനി ഈ 1/omega1 d omega1 by d1നെ നമുക്ക് ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ടേമിന് 1/omega1 ഡോ ഇ omega1 ബൈ ഡോ E1 എന്നുള്ളതിന് ഡോ ബൈ ഡോ E1 ഓഫ് ln ഓഫ് omega1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇവിടെ ഓരോ ടേമും നമുക്ക് ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊരു 2 സിസ്റ്റം കേസാണ് വരുന്നത്. ഒരു ടോട്ടൽ സിസ്റ്റത്തിന് 2 സെപ്പറേറ്റ് സിസ്റ്റംസ്. ഇതുപോലെ എത്ര സിസ്റ്റം ഉണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, അതായത് ഇഫ് ദർ ഇസ് എ ചാൻസ് ഓഫ് എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു, നമുക്ക് ഈ ഒരു ജനറൽ ഫോമിൽ എഴുതാൻ പറ്റും. അതായത് സിസ്റ്റത്തിൻ്റെ കേസിൽ ഏത് ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. 1/omega1 dou omega1 by dou E1, that is equal to 1/omega2 dou omega2 by dou E2 ആണ്. that will be equal to 1/omega3 ഉണ്ടെങ്കിൽ 1/omega3 dou omega3 by dou E3 ആയിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് സിറ്റുവേഷൻ പറയാൻ പറ്റുന്നത് ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വെർ ഒമേഗ ഈസ് എ ഫംഗ്ഷൻ ഓഫ് NVE ആണ്, ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ ദാറ്റ് ഈക്വൽ ടു ബീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ്. That is the situation characterizing this type of a system. ഈ ഒരു സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ ബ്രാക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നടക്കുന്നത് തെർമൽ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്, ദാറ്റ് അലൗ ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ ദം, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദ എനർജി വാല്യൂസ് ഹാസ് അറ്റൈൻഡ് ദ ഇക്വിലിബ്രിയം വാല്യൂസ് E1 bar and E2 bar. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ കോൺസ്റ്റൻറ്റ് ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുക്കുകയാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്കറിയാം TdS ഈക്വൽ ടു DE പ്ലസ് PdV പ്ലസ് μdN ആണ്. ഈ ഒരു കേസിൽ DVയും DNും 0 ആണ്, ബിക്കോസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ നമ്പർ ആൻഡ് വോള്യൂം. സോ ഈ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് TdS ഇസ് ഈക്വൽ ടു DE എന്ന് എഴുതാൻ പറ്റും. സോ ഡോ എസ് ബൈ ഡോ ഇ വിൽ ബി ഈക്വൽ ടു 1/T എന്ന് എഴുതാൻ പറ്റും. ഡോ എസ് ബൈ ഡോ ഇ ഇസ് ഈക്വൽ ടു 1/T ആണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് ഓൾറെഡി ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ആണ്. അതുപോലെ നമുക്ക് അറിയുന്നത് ഡോ എസ് ബൈ ഡോ ഇ ഓഫ് NV ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T. രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ. സോ വി വിൽ ഗെറ്റ് ഡോ എസ് ബൈ ഡോ ln ഒമേഗ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/βT നമുക്ക് കിട്ടും. സോ ഡോ എസ് ഈസ് ഈക്വൽ ടു 1/βT ഡോ ഓഫ് ln ഒമേഗ. സോ ഇതിന് ഡിഫറൻഷ്യേറ്റ് ഇക്വേഷനാണ് ഇതിൻ്റെ ഫോം. നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S ഇസ് ഈക്വൽ ടു K ln ഒമേഗ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. K ഇസ് ദ ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഓൾസോ വി നോ ഡോ എസ് ബൈ ഡോ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസിന് നമുക്ക് K ln ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഡോ എസ് ബൈ ഡോ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1/BT ആണ്. Then dou by dou E of ln omega that is equal to K beta ആണ്. So we will get the relation as 1/T is equal to K into beta എന്ന് കിട്ടും. So beta is equal to 1/KT.
So that is the relation, how this introduced constant is related with the temperature of the system. The system of this type, we have obtained the condition as dou by dou E of ln omega is equal to beta, and that beta is related with the thermodynamic parameter as 1 by kT, or dou by dou E of ln omega equal to 1 by kT we can write. And also we have obtained the Boltzmann equation S is equal to k ln omega from this expression. So that is the first part of the contact between thermodynamics and statistics. Okay.